പുത്രനാമീശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമീശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന കർത്താവേ, ആരാധന ഈശോയെ, ആരാധന ആരാധന അങ്ങേക്ക് ആരാധന. ആരാധിക്കുന്ന ദൈവമേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ കർത്താവേ, സ്തുതിക്കുന്ന വിശ്വയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധന 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 അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒന്ന് ചേർന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്ക് നന്ദി പറയുന്നു ഈശോയെ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 സ്തോത്രം ഈശോയെ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം കർത്താവിനോട് കൂടെ നമുക്കായിരിക്കാം. വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് നീ ആരാധനയിൽ പ്രിയമുള്ളവരെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ ആ വലിയ കാരുണ്യത്തെ നമുക്ക് ഓർക്കാം. എൻ്റെ ദൈവം എന്നോട് കാണിച്ച വലിയ കാരുണ്യം. ഞാൻ അർഹതപ്പെട്ടിട്ടല്ല, യോഗ്യതയുണ്ടായിട്ടല്ല. കർത്താവ് എനിക്കറിയാം, ഞാൻ പാപിയാണ്, ബലഹീനനാണ്, ബലഹീനയാണ്. ആവർത്തിച്ച് അരുതാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയി. പലതവണ കർത്താവ് ഇതിനെ ഞാൻ വേദനിപ്പിച്ചു. നീ എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരു തരി പോലും ഒരുപക്ഷെ ഞാൻ സ്വീകരിച്ചില്ല, അനുഭവിച്ചില്ല, നിനക്ക് തിരിച്ചു തന്നിട്ടില്ല. എങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഏറ്റെടുക്കേണ്ടിയിരുന്ന ശിക്ഷയിൽ നിന്ന് കർത്താവെ നീ എന്നെ രക്ഷിച്ചു. എനിക്ക് വേണ്ടി നീ ശിക്ഷ ഏറ്റെടുത്തു. പാപിയായ എന്നെ നിന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അർഹതയില്ലാത്ത അയോഗ്യയായ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഈശോയെ നീ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതാണ് എൻ്റെ കർത്താവ് എന്നോട് കാണിക്കുന്ന കാരുണ്യം. അതാണ് എൻ്റെ കർത്താവ് എന്നോട് കാണിക്കുന്ന കൃപ. കർത്താവെ, ഞാനായിരിക്കുന്നതും ഞാൻ ചെയ്യുന്നതും ഒന്നും സ്വന്തം ശക്തിയാലല്ല, നിൻ്റെ കരുണയാലാണ്. ആ നിൻ്റെ മഹിമ പ്രഭാവത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവെ, എനിക്ക് മനസ്സിലാകുന്നു ഞാനൊന്നുമല്ല, എല്ലാം നിൻ്റെ കൃപയാണ്, എല്ലാം നിൻ്റെ സ്നേഹമാണ്. കർത്താവെ, അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഈ ഒരു നേരം ക്രിസ്മസിന് വേണ്ടി ഞങ്ങളെല്ലാവരും കർത്താവെ ഒരുക്കത്തിലായിരിക്കുന്ന ഈ ഒരു നിമിഷം വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ വളരുവാൻ, ഈശോ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്ക തീരുമാനങ്ങൾ ഞാൻ ഈ ആഗമന കാലത്ത് എടുക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം
പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. തീരുമാനം എൻ്റേതാണ്. ഓരോരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതും എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെങ്കിലും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, ലോകം ശരി എന്ന് പറയുന്നതെല്ലാം ഒരുപക്ഷെ നിനക്ക് നന്മയാകണമെന്നില്ല. ലോകത്തിൻ്റെ കണ്ണിൽ ലോകം നമ്മളെ കാണുന്നത് പോലും ബാഹ്യമായ കണ്ണുകളോടുകൂടെയാണ്. എൻ്റെ ശരീരത്തെ ലോകം കാണുന്നു, എൻ്റെ നേട്ടങ്ങളെ ലോകം കാണുന്നു, എൻ്റെ പരാജയങ്ങളെ ലോകം കാണുന്നു, എൻ്റെ തെറ്റുകുറ്റങ്ങളെ ലോകം കാണുന്നു, എൻ്റെ സർട്ടിഫിക്കറ്റുകളെ, എൻ്റെ അച്ചീവ്മെൻറ്റുകൾ, എൻ്റെ അവാർഡുകളെ ലോകം കാണുന്നു. എന്നാൽ എൻ്റെ ഹൃദയം കാണുന്നത് കർത്താവാണ്. ലോകം എൻ്റെ പ്രവൃത്തികൾ നോക്കി, എൻ്റെ കളറ് നോക്കി, എൻ്റെ രൂപം നോക്കി, എൻ്റെ ആകാരവടിവ് നോക്കി, എൻ്റെ സൗന്ദര്യം നോക്കി ഒരു പക്ഷേ എന്നെ വിധിച്ചേക്കാം. എൻ്റെ പ്രവൃത്തികളുടെ, എൻ്റെ സക്സസ് നോക്കി, എൻ്റെ ജയപരാജയങ്ങൾ നോക്കി ലോകം എന്നെ വിധിച്ചേക്കാം. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയം കാണുന്നു. എൻ്റെ ഉള്ളിലേക്ക് നോക്കി എൻ്റെ കർത്താവ് എന്നോട് പറയുന്നു, എനിക്ക് നിന്നെ അറിയാം. ഇതിനേക്കാളും, നിൻ്റെ ശരീരത്തെക്കാളും ആഴമേറിയതാണ് നീ. നിൻ്റെ ജയപരാജയങ്ങളെക്കാളും വിലപിടിപ്പുള്ളതാണ് നീ. നിൻ്റെ സൗന്ദര്യത്തെക്കാളും മഹിമയേറിയതാണ് നിൻ്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ലോകത്തിൻ്റെ കണ്ണിലൂടെയാണ് നമ്മളെ തന്നെ കാണുന്നത്. ലോകം ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ലോകം കൈയടിക്കുന്നത് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ലോകം വിലമതിക്കുന്നതിനെയും ചുറ്റുമുള്ളവർ പുകഴ്ത്തി പറയുന്നതിനെയും മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ വചനം എന്നോട് പറയുകയാണ്, ലോകം നല്ലതെന്ന് പറയുന്നതെല്ലാം നിനക്ക് നന്മ തരുന്നില്ലല്ലോ. ശരീരത്തിൻ്റെ ആസക്തികളെ ലോകം ന്യായീകരിക്കുമ്പോൾ, അത് സുഖം തരുമെന്ന് പറയുമ്പോൾ, നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ ഈശോ എന്നിൽ വളരില്ല, ഈശോ എന്നിൽ വന്ന് പിറക്കില്ല. എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ ഈ ഒരു ആഗമന കാലത്ത് നമ്മൾ പുൽക്കൂട് ഒരുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഒരുക്കുന്ന പുൽക്കൂട്ടിൽ ഈശോ വന്ന് പിറക്കണമെങ്കിൽ ആ പുൽക്കൂട് പരിശുദ്ധമായിരിക്കണം. ഈശോയ്ക്ക് പിറക്കാൻ തക്ക യോഗ്യതയുള്ള ഒരു പുൽക്കൂടായിരിക്കണം എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ വായനകളിൽ സാംസനെക്കുറിച്ചും സ്നാപക യോഹന്നാനെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിച്ചു കേട്ടപ്പോൾ, കുർബാനയിൽ അതല്ലെങ്കിൽ നാസിർ വ്രതങ്ങളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ അവരോട് എന്താ പറയുന്നത്? നിങ്ങൾ പ്രത്യേകമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോകത്തിന് വീഞ്ഞ് ഒരു പ്രശ്നമല്ല, ക്ഷൗരം ചെയ്യുന്നതൊരു പ്രശ്നമല്ല. എങ്കിലും നിന്നോട് ഞാൻ പറയുന്നു, നീ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ തുടരുത്, നീ തല ക്ഷൗരം ചെയ്യരുത്. അത് നിയമാനുസൃതമായാണ്, പക്ഷെ നിനക്ക് പ്രയോജനകരമല്ല. അത് നല്ലതായിരിക്കാം, പക്ഷെ അത് നിന്നെ ദൈവത്തിലേക്ക് വളർത്തുന്നില്ല. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നമുക്ക് പറ്റണം. ഇത് ശരിയോ തെറ്റോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിത് ചെയ്യുന്നത് വഴി ഞാൻ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്നുണ്ടോ? ഞാനിത് ചെയ്യുന്നത് വഴി ഈശോയോടുള്ള സ്നേഹബന്ധത്തിൽ ആഴപ്പെടുന്നതുണ്ടോ? ഞാൻ ഈ ഒരു തീരുമാനമെടുക്കുന്നത് വഴി, ഈ ഒരു നിലപാടെടുക്കുന്നത് വഴി ഈശോ എന്നിൽ കൂടുതൽ ആഴത്തിൽ വളരുന്നുണ്ടോ, വളർച്ച പ്രാപിക്കുന്നുണ്ടോ? ഈ ഒരു ആഗമനകാലത്ത് സ്നാപകനെ പോലെ നമുക്കും പറയണ്ടേ, ഈശോ എന്നിൽ വളരണം, ഞാൻ കുറയണം. അതിനെൻ്റെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എത്രമാത്രം നോമ്പ് നോക്കുന്നുണ്ട് എന്നതിലല്ല കാര്യം, എത്രമാത്രം ഞാൻ വിശുദ്ധി പാലിക്കുന്നുണ്ട്, എത്രമാത്രം സതുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ത്യാഗമെടുക്കുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നോമ്പ് നോക്കുന്നത്? എൻ്റെ ശരീരം വൃത്തിയാക്കാനും മെനയാക്കാനും വേണ്ടിയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ പോലെയാണ് ഞാൻ നോമ്പ് നോക്കുന്നത്? അതെയോ എനിക്ക് ഉപദ്രവമില്ലാത്ത, മാറ്റിവെച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത ചില കാര്യങ്ങളെ മാത്രം മാറ്റിവെച്ചിട്ട് നോമ്പ് നോക്കി എന്നൊരു ആത്മനിർവൃതിയിലേക്ക് നമ്മൾ പോകുകയാണോ? അതെയോ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ ഞാൻ പാടുപെടുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളെയും ആസക്തികളെയും ഒക്കെ പറിച്ചു മാറ്റിവെച്ച് ഈശോയെ അതെടുക്കുന്ന സ്ഥാനത്ത് നീ വളരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായിട്ടൊരു നോമ്പ് നോക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ മേടിക്കുന്ന വസ്തുക്കൾ, ഞാൻ ഭക്ഷിക്കുന്ന വസ്തുക്കൾ, ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ,
ഇവയെല്ലാം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ എന്തിനെക്കുറിച്ചാണ് ആവലാതിപ്പെടുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണോ? ലോകം എനിക്ക് തരുന്ന കയ്യടിയെക്കുറിച്ചാണോ? ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന നേരം ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഓരോ നിമിഷവും ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം, ഞാൻ ക്രിസ്തുവിൻ്റേതാണ്, ലോകത്തിൻ്റേതല്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതും മങ്ങിമറഞ്ഞ് മാഞ്ഞു പോകുന്നതുമായ ലോകത്തിൻ്റെ സുഖങ്ങളുടെ പിന്നാലെ ഞാൻ പോയാൽ എൻ്റെ ജീവിതവും അതുപോലെ മാഞ്ഞു പോകും. എന്നാൽ എന്നും എപ്പോഴും എനിക്കായിട്ട് നിത്യജീവൻ ഒരുക്കിയ ക്രിസ്തുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പക്ഷേ ലോകത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. ലോകം കുറ്റപ്പെടുത്തിയേക്കാം, ലോകം കളിയാക്കിയേക്കാം, ലോകം ഒറ്റപ്പെടുത്തിയേക്കാം, മറ്റുള്ളവരെന്നെ പുച്ഛിച്ചേക്കാം, കുറ്റം പറഞ്ഞേക്കാം, എന്നെ തരം താഴ്ത്തിയേക്കാം. എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കർത്താവിൻ്റേതാണ്. ജോഷുവ പറഞ്ഞില്ലേ, ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സേവിച്ചോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. പ്രിയമുള്ളവരെ, ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനെന്നും നിൻ്റേതാണ്. കർത്താവെ, നീ എന്നിൽ വളരണം, ഞാൻ കുറയണം. നിൻ്റെ സ്നേഹം എന്നിൽ കൂടുതൽ നിറയട്ടെ. നിൻ്റെ സ്നേഹത്തിൽ കർത്താവെ ഞാൻ ആഴപ്പെടട്ടെ. നിൻ്റെ കൃപയിൽ ഞാൻ നിറയട്ടെ. നിനക്കിഷ്ടമില്ലാത്തതെല്ലാം കർത്താവെ ഞാൻ മാറ്റിവെക്കാം. നിനക്കിഷ്ടമില്ലാത്തതെല്ലാം കർത്താവെ ഞാൻ ഉപേക്ഷിക്കാം. കർത്താവെ, എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ താല്പര്യമല്ല. ഈശോയെ, നീയാണ് എന്നിൽ വളരേണ്ടത്. ഈശോയെ, നീ എന്നിൽ പിറക്കണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റേതാണ് ഞാനെന്ന ബോധ്യത്തോടെ, ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിറയണമെന്ന ബോധ്യത്തോടെ, ഈശോ എന്നിൽ വന്ന് പിറക്കണമെന്ന ആഗ്രഹത്തോടെ, കർത്താവെ നീ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ സ്വന്തമാക്കണമേ എന്നൊരാഗ്രഹത്തോടെ ഈ ഗാനത്തിൻ്റെ വരികളെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഈശോയെ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, നിൻ കൃപയതാ യേശുവേ. യോഗ്യതയില്ലാത്ത സ്നേഹം നീ എനിക്ക് തന്നില്ലേ? എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. എന്നിൽ എന്ത് കണ്ടു ഈശോയെ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. സ്നേഹത്താൽ നിറയ്ക്കണേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നിട്ടും രോഗിയായിരുന്നിട്ടും, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, യേശുവേ ക്രൂശിനു ശത്രുവാ ജീവിച്ച നാളിലും എന്നെ സ്നേഹിച്ചല്ലോ. ഓരോ നിമിഷവും സ്നേഹിക്കുന്നല്ലോ. ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, തിരു കൃപയതാൽ യേശുവേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. കരുണ്യവനായ ദൈവമേ, അവിടുത്തെ ദിവ്യകാരുണ്യത്തെ ആഗ്രഹിക്കുന്നത് പോലെ ലോകമാസകലമുള്ള എല്ലാ പാപികളെ അവിടുത്തെ കരുണക്കടലിൽ മുക്കിയെടുത്ത് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. കർത്താവ്, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ പീഡിപ്പിക്കപ്പെടുന്ന ഇടങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സഭയിലുള്ള എല്ലാ ഭിന്നതകളും അസ്വസ്ഥതകളും എടുത്തു മാറ്റി സഭയെ വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, സാഹോദര്യത്തിൽ ചേർത്ത് നിർത്തണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗങ്ങൾ വിട്ടുമാറട്ടെ, ദുരിതങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവെ, ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത, കർത്താവെ, കുടുംബത്തിൻ്റെ സുസ്ഥിതി അങ്ങയുടെ കരുണയാൽ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ കാരുണ്യം, സ്നേഹം, ശാന്തത നിറയുന്ന ഇടമാക്കി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. സ്നേഹമുള്ള ഈശോയെ,
എല്ലാ രോഗികളെ സമർപ്പിക്കുന്നു, ജോലിയില്ലാത്തവരെ സമർപ്പിക്കുന്നു, കർത്താവെ ഭവനമില്ലാത്തവരെ സമർപ്പിക്കുന്നു, വിവാഹത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവരെ സമർപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി അനുഗ്രഹിക്കണമേ. ദൈവതിരുസന്നിധിയിൽ സാധിക്കുന്നവരെല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ കരുണയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന.